ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. പിന്നെ നടക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ മിത്രയും അതുപോലെ തന്നെ മീനാക്ഷിയും ദേവിയൊക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ദേവിയുടെ കള്ളത്തരം ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളത്തരം പൊളിയെന്ന് വെച്ചാല് എല്ലാവരുടെ മുമ്പിൽ പൊളിയില്ല, പക്ഷെ മീനാക്ഷിയുടെ മിത്രയുടെ മുമ്പിൽ പൊളിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനാക്ഷിയും മിത്രയും കേൾക്കാൻ ഇടവരുവാണ്. നമ്മുടെ ദേവിയുടെ വീട്ടുകാർ ഭയങ്കര പാപ്പരായിട്ടുള്ള ഒരു കുടുംബമാണ്, ഒരു പാവപ്പെട്ട കുടുംബമാണ്. പക്ഷെ അവർ കാണിക്കുന്നതൊക്കെ പൊങ്ങച്ചും പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്നുള്ള സത്യം നമ്മുടെ മിത്രയും മീനാക്ഷി അറിയുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അത് വേറൊന്നുമല്ല, ഇവിടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് മിത്രയും മീനാക്ഷിയും കൂടി സെൽഫി എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോകും കേട്ടോ. അപ്പൊ മുകളിലാണ് ഒരു തുണിയൊക്കെ വിരിച്ചിട്ടേക്കുന്നത്. അപ്പൊ ഒരു തുണി വിരിച്ചിട്ട് പുറത്ത് അപ്പുറത്താണ് മീനാക്ഷിയും മിത്രയും ഇരിക്കുന്നത്. അപ്പൊ ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ദേവിയും ദേവിയുടെ അമ്മയും കൂടി സംസാരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടി കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവിയുടെ അമ്മ കാല് പിടിക്കുന്നുണ്ട് മീനാക്ഷിയുടെ മിത്രയുടെ മക്കളെ, നിങ്ങൾ ഈ സത്യങ്ങൾ ആരോട് പറയരുത്. എന്റെ ദേവിമോളുടെ ജീവിതം വഴിയാധാരമാവും. അതിൽ ആനന്ദം അവൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത്. അതുകൊണ്ട് ഈ സത്യങ്ങളൊന്നും പറയില്ല. നിങ്ങളുടെ ചേച്ചിയുടെ സ്ഥാനമല്ലേ അവൾക്ക്. അതുകൊണ്ട് നിങ്ങൾ ഈ സത്യങ്ങളൊന്നും ആരോടും പറയില്ല മക്കളെ. നമ്മുടെ കാല് പിടിച്ച് കരയണോണ്ട് മാത്രമാണ് മീനാക്ഷിയും ഇത്രയും പറയാത്തത്. അതിനുശേഷം അവര് നമ്മുടെ ദേവിയെടുത്ത് പറയേണ്ട, ദേവിയെടുത്ത് കുഴപ്പമൊന്നുമില്ല, ഒരു കല്യാണം നടക്കാൻ വേണ്ടി ചെറിയ ചെറിയ കള്ളത്തരം ചില കുടുംബക്കാർ പറയാറുണ്ട്. പക്ഷെ ദേവിയെടുത്ത വീട്ടുകാർ പറഞ്ഞ വലിയ കള്ളത്തരമാണ്. ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞുള്ള അവസ്ഥ ദേവിയെടുത്ത് ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ ഒരു കള്ളം നമുക്ക് ഒരുപാട് നാളൊന്നും നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. ആ കള്ളം എപ്പോഴെങ്കിലും ആ ഒരു സമയമാകുമ്പോഴേക്കും പൊളിഞ്ഞ് പാളിസോ. ആ സമയത്ത് ഒരിക്കലും ഞാനും മീനാക്ഷിയും അതുപോലെ ഞാൻ മിത്രയും മീനാക്ഷിയും ഒരിക്കലും ദേവിയെടുത്ത കൂടെ നിൽക്കില്ല. കാരണം അച്ഛൻ ഞങ്ങളെയും കൂടി വഴക്ക് പറയും. അല്ലെങ്കിൽ തന്നെ ഈ സത്യം അറിയാൻ അച്ഛൻ അങ്ങടുത്തായിരിക്കും ആദ്യം ചോദിക്കണം. നിങ്ങൾ ഈ സത്യം അറിഞ്ഞത് കൊണ്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് അച്ഛൻ അങ്ങടുത്ത് ചോദിക്കും. അതുകൊണ്ട് ഈ സത്യം നാളൊരു സമയത്ത് ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഞങ്ങൾ ദേവിയെടുത്തിന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് മീനാക്ഷി പറയും. പക്ഷെ ഞങ്ങളായിട്ട് ഈ സത്യം ബാലായിട്ട് നമ്മുടെ അച്ഛനോട് പറയത്തൂല്ല എന്ന് പറയും. അങ്ങനെ ദേവി പറഞ്ഞു, അത് മതി, അത് മാത്രം മതി, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന അത്രയും കാലം എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. എന്റെ ആനന്ദേട്ടന്റെ കൂടെ എനിക്ക് ജീവിക്കണം. എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് ആനന്ദേട്ടൻ. പിന്നെ ഈ വീട്ടുകാർക്ക് എനിക്ക് അത്ര ഇഷ്ടമാണെന്ന് പറയണം. അങ്ങനെ നമ്മുടെ ദേവിയുടെ ആ നിഷ്കളങ്ക സ്വഭാവം മീനാക്ഷിക്കും ഇത്രയ്ക്കും മനസ്സിലാവാണ്. പക്ഷെ നമ്മുടെ ദേവിയുടെ ആധാർ കാർഡിന്റെ അതുപോലെ തന്നെ നമ്മുടെ തിരിച്ചറിയൽ കാർഡും ഐഡന്റിറ്റി കാർഡും അതുപോലെ തന്നെ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഓരോ കള്ളത്തരങ്ങൾ പതുക്കെ പൊളിയുന്നുണ്ട്. അങ്ങനെ അവസാനം ദേവി പറഞ്ഞ കള്ളമാണ് അവരൊരു വലിയൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണെന്ന് പറയാണ്. പക്ഷെ വലിയ ഓഫീസിൽ നല്ല ചെറിയൊരു ഹോട്ടലില് അവിടെ വേല അതായത് ജോലി എടുക്കുന്ന പണിയാണ്, അടുക്കളയിൽ ജോലി എടുക്കുന്ന പണിയാണ് ദേവി കേട്ടോ. പക്ഷെ വന്ന് പറയണത് വലിയൊരു IT കമ്പനിയിലാണ് ജോലി ചെയ്യണമെന്നാണ് പറയണത്. അപ്പൊ ഒരു പാവ ആനന്ദാണെങ്കിൽ ഇത് മനസ്സിലാവത്തൂല്ല കേട്ടോ. ആനന്ദാണെങ്കിൽ രാവിലെ ആ IT കമ്പനിയുടെ മുമ്പിൽ കൊണ്ട് ദേവിനെ നിർത്തും. എന്നിട്ട് ആ ശരി ദേവി, വൈകിട്ട് ഞാൻ കൊണ്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പാവ ആനന്ദ് പോകും കേട്ടോ. ദേവി ആ കമ്പനി കയറണ പോലെ കാണിച്ചിട്ട് വേഗം അവിടെ നിന്ന് നേരെ പോണത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. അവിടെ ഭക്ഷണം ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ദേവി ഇങ്ങനെ രാത്രിയായിട്ട് അമ്മനെ വിളിച്ച് പറയണ്ട, അമ്മേ നോക്ക് ഒരുപാട് കള്ളം പറഞ്ഞു. ഇപ്പൊ അവസാനത്തെ കള്ളം എന്ന് പറയുന്നത് ഞാൻ ജോലിക്ക് പോണത് ഏതോ ഒരു IT കമ്പനിയിലാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. പക്ഷെ ഞാൻ ഹോട്ടലിലാണ് ജോലിക്ക് പോണത്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടുകാരറിയും. ഇന്നാണെങ്കിൽ ഹോട്ടലില് നമ്മുടെ ആര്യൻ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. എനിക്ക് എന്ത് പറയണോന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. ആര്യൻ ചോദിക്കുക എന്താ എടുത്ത് ഇവിടാന്ന്. ഞാൻ പിന്നെ അച്ഛൻ വന്ന് വിളിച്ചിട്ടാണ് ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിലാ തടി തപ്പിയത്. ആര്യൻ ആയതുകൊണ്ട് അത് വിശ്വസിച്ചു. പക്ഷെ മീനാക്ഷിയും ഇത്രയൊക്കെയാണ് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അതോടെ കള്ളം പൊളിഞ്ഞെന്ന് കൂട്ടിയാൽ മതി എന്ന് പറയണം. അപ്പൊ ദേവി പറയണ്ടില്ല അമ്മ, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ അവിടെ വന്നാൽ മതി. മോളെ ഒരു കാരണമില്ലാണ്ട് നീ എങ്ങനെ വരും? അല്ലെങ്കിൽ നീ സത്യങ്ങളൊക്കെ പറഞ്ഞു വരേണ്ടി വരും. പക്ഷെ നീ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിന്റെ അച്ഛനെയും അതുപോലെ അനിയത്തിനെയും കൂടി ബാധിക്കും. അങ്ങനെ നീ അവിടെ നിന്ന് ഇറങ്ങി വരാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വേണം. അപ്പൊ ആ ഒരു കാരണം നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കണം എന്ന് ദേവിയുടെ അമ്മ പറയാണ്. എന്ത് കാരണം ഉണ്ടാക്കണത് എന്ന് പറയുമ്പോ ഉദയഭാനു എടുത്ത് വായിക്കപ്പെട്ട അവിഹിതം. അച്ഛനെ നാണൂല്ലേ സ്വന്തം മകൾക്ക് അവിഹിതം ഉണ്ടെന്ന് പറയാനായിട്ട്? എടി നിനക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ അവിടെ നിന്ന് കുറച്ചു ദിവസം കൂടി ഇറങ്ങി വാ. അത് നിനക്ക് ആനന്ദിന് നിന്നോട് സംശയമാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കല്ല, നീ സമാധാനത്തോടെ ഒന്ന് വന്ന് നിൽക്ക്. അതിനുശേഷം നീ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ഉദയഭാനു പറയണം. എന്നാലും അച്ഛാ അതൊക്കെ ഉണ്ട് മോളെ, അതെങ്ങനെയാ അച്ഛാന്ന് പറയാം. അതായത് ദേവിക്ക് കുറച്ച് നാൾ വീട്ടിൽ പോയി നിൽക്കണം, പിണങ്ങിയിട്ട് വീട്ടിൽ പോയി നിൽക്കുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാന്നാണ് ഉദയഭാനു വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാട് കണ്ട് ഇറങ്ങി വരാൻ പറ്റില്ലോ. ദേവി പല പല കാരണങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ കുടുംബത്തിൽ എല്ലാവരും ദേവിന്റെ സപ്പോർട്ടാണ്. അവസാനം ഉദയഭാനു പറഞ്ഞ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉദയഭാനു അവിടെ സ്വന്തത്തിൽ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യന്റെ ഫോട്ടോ ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, നീ ഈ ഫോട്ടോ ആനന്ദ് കാണുക തന്നെ വെക്കണം. അപ്പൊ ആനന്ദ് ചോദിക്കും ഇത് ആരാന്ന് ചോദിക്കുമ്പോ നീ ആദ്യം ഒന്നും പറയരുത്. അപ്പൊ ആനന്ദ് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും ആനന്ദിന് നിന്നെ സംശയം എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ നീ പറയണം ഇത് നിന്റെ അനിയനാണ്, എന്റെ അമ്മയുടെ അനിയത്തിലെ മോനാണെന്ന് പറയണം. അപ്പൊ ആനന്ദ് നിന്റെ സോറി ഒക്കെ പറയാൻ വരും.
അപ്പൊ നീ ആ കാരണം അങ്ങനെ ആ ഒരു കാരണം പറഞ്ഞ് ആനന്ദമായിട്ട് പിണങ്ങി കുറച്ച് നാൾ ഇവിടെ വന്ന് നിൽക്കാം എന്ന് പറയുമ്പോൾ ശ്രീദേവി പറയണ്ടേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആനന്ദേട്ടനും ഈ വീട്ടുകാരെ കാണാൻ പറ്റാതിരിക്കില്ല അച്ഛാ. ആ നീ അങ്ങനെ പറയണമെങ്കിൽ എന്ത് പറയണം, നീ എന്നാ അവിടെ തന്നെ നിൽക്ക്. അല്ല അച്ഛാ, ഈ കള്ളത്തരങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? മാത്രമല്ല അച്ഛന്റെ കടമാണെങ്കിൽ കൂടി കൂടി വരുവാണ്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ അച്ഛൻ? മോളെ അതിനല്ല ഞാൻ ഈ പറഞ്ഞു തന്നത്. നോക്ക്, അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്കും ആനന്ദ് നിന്നെ തെറ്റിദ്ധരിച്ചതായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവർക്കും നിന്നോട് ചെറിയൊരു ബഹുമാനവും മതിപ്പൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നീ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറയണം. അങ്ങനെ ഇവിടെ അനിയന്റെ ഒരു ഫോട്ടോ കൊടുക്കുകയാണ് ദേവിയുടെ കയ്യിൽ. ദേവി അത് ആനന്ദ് കാണുക തന്നെ ഡ്രസ്സിന്റെ സൈഡിലാക്കി, അതായത് ആനന്ദിന്റെ ഡ്രസ്സിന്റെ സൈഡിൽ വെക്കാണ്. ആനന്ദ് ഡ്രസ്സ് എടുക്കുമ്പോൾ ഈ ഫോട്ടോ നിലത്തേക്ക് വീഴുന്നുണ്ട്. പക്ഷെ അത് ആനന്ദ് ആദ്യം കാണില്ല. അതിനുശേഷം ദേവി പിന്നെയും ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ മേശപ്പുറത്ത് വെക്കുവാട്ടെ. അപ്പോഴാണ് ആനന്ദ് ആ ഫോട്ടോ കാണുന്നത്. ദേവി ഇത് ആരുടെ ഫോട്ടോയാ എന്ന് ചോദിക്കുകയാണ്. ആനന്ദേട്ടാ അത് എന്ന് പറയുമ്പോഴേക്കും ആരുടെ ഫോട്ടോയാ ദേവി ഇത്? അത് അത് പിന്നെ എന്റാന്നൊക്കെ പറയുമ്പോൾ ആനന്ദിന് ചെറിയൊരു സംശയമൊക്കെ തോന്നും കേട്ടോ. എന്താ ദേവി എന്ന് പരിങ്ങണത്? ഇത് ആരുടെ ഫോട്ടോയാ ദേവി എന്ന് ചോദിക്കുകയാണ്. അത് ആനന്ദേട്ടാ അത് പിന്നാന്നൊക്കെ പറഞ്ഞിട്ട് അതായത് സംശയം ഉള്ള പോലെ ഇങ്ങനെ പെരുമാറണം. അപ്പൊ ആനന്ദ് ചോദിക്കണ്ടേ സത്യം പറ ദേവി ഇത് ആരുടെ ഫോട്ടോയാ എന്ന് ചോദിക്കുമ്പോ ദേവി ആനന്ദേട്ടൻ പറയാം ഇത് ആരുടെ ഫോട്ടോ ആയിരിക്കും? ഇത് എനിക്ക് തോന്നുന്നത് തന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോയാണോ? ഫ്രണ്ടിന്റെ ഫോട്ടോ ആണെങ്കിൽ അല്ല, ഫ്രണ്ടിന്റെ ഫോട്ടോ ആണെങ്കിൽ എടുത്തു വെച്ചു, അതിനെന്താ പ്രശ്നം? അല്ല ആനന്ദേട്ടന് ഒരു കുഴപ്പമില്ലേ? ഒരു ഫ്രണ്ടിന്റെ ഫോട്ടോ എന്റെ ബാഗിൽ ഇരിക്കുന്നത് കൊണ്ടോ എന്റെ ഷെൽഫിൽ ഇരിക്കണോണ്ടോ എന്ത് കുഴപ്പം? എനിക്ക് തന്നെ നന്നായിട്ട് അറിയാലോടോ, തനിക്ക് എന്നെ അറിയാം, പിന്നെന്താ പ്രശ്നം? ഒരു ഫ്രണ്ട് അല്ലേ, ഫ്രണ്ട് ഇപ്പൊ ആണായാലും പെണ്ണായാലും എന്താ ഫ്രണ്ട് തന്നെയാണ് എന്ന് ആനന്ദ് പറയാണ്. ഈശ്വരിക്ക് ആനന്ദേട്ടന് സംശയം ഒന്നും വരാൻ ഒരു ചാൻസും ഇല്ല. ഇനിയിപ്പോ ആ സംശയരോഗി ആവാൻ ഒരു ഇതുമില്ല. ഇനിയിപ്പോ അച്ഛനെ വിളിച്ച് പറയാം, അച്ഛൻ ആനന്ദേട്ടൻ എന്നെ സംശയിക്കണമെന്നില്ല. അത് ആരാന്ന് വെച്ചപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആനന്ദേട്ടൻ ചോദിക്കാം ഫ്രണ്ടാണോ? ഫ്രണ്ട് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഫ്രണ്ട് ഉണ്ടായാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ആനന്ദേട്ടൻ പറഞ്ഞു. അത്ര നല്ല സ്വഭാവമാണ് അച്ഛൻ എന്റെ ആനന്ദേട്ടന്റെ. അപ്പൊ ആ പണി അങ്ങോട്ട് പാളിയല്ലേ? അത് പാളി. അച്ഛൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി എനിക്ക് കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കണം. ഇവിടെ ഞങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കാൻ സമ്മതിക്കില്ല. ബാലച്ചനാണെങ്കിൽ എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. ഈ വീട്ടിൽ എല്ലാവർക്കും അതെ. മീനാക്ഷിനെ പോലും മീനാക്ഷിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ഡിസ്ചാർജ് ആയി പോയപ്പോഴേക്കും 2 ദിവസമാണ് കൊണ്ടുപോയി നിർത്തിയത്. അതുകൊണ്ട് എന്തായാലും ഞാൻ വീട്ടിലേക്ക് വരണമെങ്കിൽ ആനന്ദേട്ടനും കൂടി അങ്ങോട്ടേക്ക് വരും. പിന്നെ നമ്മുടെ എല്ലാ പദ്ധതിയും പൊളിയും. ആനന്ദേട്ട സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതുകൊണ്ട് പ്ലീസ് അച്ഛാ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. ശരി മോളെ, ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം, എന്തെങ്കിലും പ്രശ്നം പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്റെ അമ്മക്ക് തളർവാദം വന്നെന്ന് പറഞ്ഞാലോ? അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞ? അമ്മക്ക് തളർവാദം വന്നെന്ന്? അതേടി മോളെ, അമ്മക്ക് തളർവാദം പിടിച്ചു, നീ കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിൽക്കുന്നു, അതെങ്ങനെയുണ്ട് ബുദ്ധി? എന്റെ അച്ഛ നാളൊരു സമയത്ത് അച്ഛൻ പറയുമല്ലോ അമ്മ മരിച്ചു അതുകൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കണമെന്നും കൂടി അച്ഛൻ പറയുമല്ലോ. അച്ഛാ നീ വെറുതെ അനാവശ്യം പറഞ്ഞിട്ടോ, നിനക്കൊരു വഴി പറഞ്ഞപ്പോ നീ ഇപ്പൊ എന്റെ തലയിൽ കയറുവാണോ? അച്ഛൻ നല്ലൊരു വഴി പറഞ്ഞതാ, എനിക്ക് അത്രയും പറയാനുള്ളൂ. എനിക്ക് വയ്യ. ഓരോ ദിവസവും ആനന്ദേട്ടൻ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണെന്നറിയാമോ എന്നെ കമ്പനിയുടെ ഫ്രണ്ടിൽ കൊണ്ടേ നിർത്തുന്നത്. ഞാനിത് വലിയ മൾട്ടിനാഷണൽ കമ്പനി വർക്കിടന്ന ആനന്ദേട്ടന്റെ വിചാരം. പക്ഷെ ആനന്ദേട്ടന്റെ വീട്ടിൽ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛാ. ഇതുപോലെ കള്ളം പറഞ്ഞ ഒരാളെ അവർ കണ്ടിട്ടുണ്ടാവില്ല. അവസാനം കള്ളങ്ങളൊക്കെ അറിയുമ്പോ, സത്യങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കുമ്പോ എന്റെ ജീവിതം അവിടെ തീർന്നു എന്ന് അച്ഛൻ കൂട്ടിയാൽ മതി. ഇങ്ങനെ അച്ഛനൊരു മൂത്ത മകളില്ലെന്ന് തന്നെ അച്ഛൻ വിചാരിച്ചോ എന്നൊക്കെ പറയാട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാൻ നല്ല ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് നേരത്തെ ഒരു ആഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാൻ ഒന്നും കൂടി അപ്ലോഡ് ചെയ്തതിനെ കാരണം ആ വീഡിയോ വോയിസിന് ചെറിയൊരു കംപ്ലൈന്റ് പറ്റിയ കേട്ടോ. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പൊ ഒന്നും കൂടി പറയാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് വോയിസ് ആയിട്ട് ഇട്ടത് കേട്ടോ. അപ്പൊ അത് കാണാത്തവർ അത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ട ആ വീഡിയോ കുറെ പേര്. അപ്പോ അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് ഇട്ടത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.